തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയെ അവരുടെ താളം തെറ്റിക്കാൻ വേണ്ടി ചിലർ കോർപ്പറേഷൻ പുറത്തുനിന്ന് ഉൾപ്പെടെ ആശുപത്രി, പൗൾട്രി ഫാം വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ ചില സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ സർവൈലൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള സ്ക്വാഡുകളാണുള്ളത്. അതിന്റെ അവരാണ് ഇന്നലെ രാത്രി ഒരു വാഹനം ഒരുപാട് ഭാഗത്ത് പിടിച്ചത്. ആ വാഹനം കോർപ്പറേഷൻ സീസ് ചെയ്തു, പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചു. ശക്തമായ നടപടി മാറ്റിക്കൊണ്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് വാഹനം സീസ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ പ്രതിക്കെതിരെ വകുപ്പുകൾ ചാർത്തി കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തീർച്ചയായും ഞങ്ങൾ രാത്രിയും പകലും കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡുണ്ട്, പോലീസുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതികളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സ്ക്വാഡുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിൽ. ശരിക്കും പറഞ്ഞാൽ ഇതെന്നെ ചെറ്റത്തര കാണിക്കുന്നില്ലേ? ഒരു പാർട്ടിയോട്, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമൊക്കെ ആവാം എന്നും പറഞ്ഞുകൊണ്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കയറിയപ്പോഴത്തേക്ക് തുടങ്ങിയ ചൊറിച്ചിലാണ്. പിന്നെ 3 MLA-മാരുണ്ട്. ഇവർ മാത്രമേ ഉള്ളൂ ഈ ലോകത്തുള്ളൂ, വേറെ ആരുമില്ല. ഇവരുടെ പുറകെയാണ് ആൾക്കാർ നടക്കുന്നത്, മൊത്തം മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെ. ഈ പ്രമുഖ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അവരെന്നാ നേരെ തിരിച്ചു കൊടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യ കൂമ്പാരം, കോർപ്പറേഷൻ ഭരണം പരാജയം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ കൊടുക്കും. അതേസമയം ഇതിന്റെ പുറകിൽ ഈ കൊണ്ട് വേസ്റ്റ് കൊണ്ട് തട്ടുന്നുണ്ട്, മനഃപൂർവ്വമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യും? ചെയ്യത്തില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തുന്നത്. ഒരു പാർട്ടിയോട് വിരോധമാണെന്ന് പറഞ്ഞ് ഇമാതിരി പരിപാടിയാണ് ചെയ്യുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ തൂർത്തോപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ? ആ പരിപാടി ഇവർ കാണിക്കുന്നത്. ഒരിടയ്ക്ക് കോർപ്പറേഷനിൽ വെള്ളമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ മൊത്തം അലമുറയിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, സമ്മതിച്ച് ശരിയായിരിക്കാം, വേനലിന്റെ സമയത്ത് വെള്ളം കുറവായിരിക്കാം. പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു സംഭവങ്ങൾ നടന്നായിരുന്നു. നിങ്ങൾ അറിഞ്ഞാലോ? വാൽവ് അങ്ങോട്ട് പൂട്ടി വെക്കാൻ പറ്റാ ചെയ്തായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ചെറ്റത്തരങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയമാണ്. BJP കോർപ്പറേഷൻ ഭരിക്കുന്നു, 3 MLA-മാർ വന്ന് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് നാട്ടുകാർ മനസ്സിലാക്കുമല്ലോ. അതായത് ഒരു 5 വർഷം കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇവരെ അങ്ങോട്ട് ഭരണം ഏൽപ്പിച്ചേക്കാന്ന് ജനങ്ങൾ അങ്ങ് വിചാരിച്ച് കഴിഞ്ഞാൽ മുഞ്ചിയില്ലേ? അതുകൊണ്ടാണ് ഇവർ ഈ പരിപാടി കാണിക്കുന്നത്. ഇവരുടെ ഭരണം മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെറ്റത്തരങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചെയ്യും. പക്ഷേ നമ്മുടെ മാപ്രകൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഏക്കത്തില്ല. പക്ഷെ അവരെങ്ങനെയാണ്? അവർ നേരെ തിരിച്ചല്ലേ ചെയ്യത്തുള്ളൂ. അവർക്കും ഈ പറഞ്ഞ പോലെ BJPക്ക് എതിരായിട്ട് എന്തൊക്കെ ന്യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കഷ്ടം തന്നെ. പക്ഷേ VV രാജേഷിനെ സമ്മതിക്കണം കേട്ടോ. ഇവന്മാരുടെ ഒരു പരിപാടി, ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഏൽക്കുന്നില്ല. ഇവന്മാർ ഓരോ വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. പിറ്റേ ദിവസം VV രാജേഷ് സാർ വന്നിട്ട് ഒരു പത്രസമ്മേളനം അങ്ങോട്ട് നടത്തും. ഇന്ന പോലെയാണ് കാരണങ്ങൾ. അദ്ദേഹം ഹക്ക് ഇട്ട് അവിടെ നിരത്തും. പേപ്പറുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുത്തും ജനങ്ങളെ. അതവിടെ ഇവന്മാരുടെ പരിപാടിയും തീരും. അതാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തിയാൽ മതി. ഇവന്മാർ എന്തൊക്കെ കിടന്ന് കളിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ഒക്കെയല്ലേ ഉള്ളത്. അങ്ങോട്ട് എഴുതി വിട്ടേക്കണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഈ മാപ്രകളൊന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അമ്മമാർ ഒരു സൈഡിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിലേക്കടെ പൊക്കോളും. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഓരോ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഒരു വിഷയമില്ല. ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. പിന്നെ അന്ധമായിട്ടുള്ള പാർട്ടി വിരോധമുള്ളവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്.